ഹായ് ഗൈസ്, എന്റെ വയ്യായികയിൽ പൊന്നൻ കുറച്ച് മൂഡ് ഓഫ് ആണ്. ചിരിയുടെ വോൾട്ടേജ് വളരെ കുറവാണ്. പൊന്നൻ ഫാൻസ് ആരും സെഡ് ആകരുത്. 2-3 ദിവസത്തിനുള്ളിൽ എല്ലാം സെറ്റ് ആവും. രാവിലെ തന്നെ അമ്മ പ്രാതൽ പണിയിൽ മികച്ചു നിൽക്കുകയാണ്. അതിന്റെ ഭാഗമായി പുട്ടും മുട്ടക്കറിയും ഇടതടവില്ലാതെ റെഡിയായി. ബ്രേക്ക്ഫാസ്റ്റിന് ഫുൾ സ്റ്റോപ്പ് വീണ സ്ഥിതിക്ക് ഉച്ചപ്പണി തുടങ്ങാം. വലിയ കാര്യമായിട്ടൊന്നും ഉണ്ടാക്കുന്നില്ല. ചെറുപയർ തോരനും വങ്കട മീൻകറിയാണ് ഇന്നത്തെ മെനു. പൊന്നമ്പുളിശ്ശേരി പിന്നെ എന്നും കാണും, അത് പ്രത്യേകിച്ച് പറയണ്ടല്ലോ. പയറിന്റെ പണി കഴിഞ്ഞതോടെ മീൻ ചട്ടി അടുപ്പി കയറി. അധിക നേരം നിനക്ക് ഇവിടെ ഇരിക്കാൻ പറ്റില്ല. ഗ്യാസിന്റെ ലഭ്യത കുറവ് കാരണം നിന്നെ ഉടനെ തന്നെ സ്ഥലം മാറ്റുന്നതായിരിക്കും. ഇതിപ്പോ സ്ഥിരമായിട്ടുണ്ടല്ലോ ചേച്ചി, ഇവിടെ നിർത്ത് അവിടെ വയ്ക്കും, അവിടെ നിർത്ത് ഇവിടെ വയ്ക്കും. മുഖം കറുപ്പിച്ചിട്ട് കാര്യമൊന്നുമില്ല. ഇനിയിപ്പോ ഇങ്ങനെയൊക്കെ തന്നെ ആയിരിക്കും. മുഖവരയില്ലാതെ ഞാൻ ചട്ടിയോട് പറഞ്ഞു. ഒടുവിൽ അതിന്റെ സ്ഥാനമാറ്റം വിറകടുപ്പിലേക്കായി. ഒപ്പം വങ്കടയെ ഇറക്കി അങ്ങ് വിട്ടു. എല്ലാം ശരിയായ സ്ഥിതിക്ക് ഇനിയിപ്പോ ചോറിനല്ലേ. ശ്വാസം മുട്ടൽ കാരണം പൊന്നമ്പുളിശ്ശേരി കുറച്ചു ദിവസത്തേക്ക് മാറ്റി നിർത്തിയേക്കാണ്. അങ്ങനെ പയറ് തോരണം വങ്കട മീൻകറിയും കൂട്ടി കുഴച്ചു മിണങ്ങി. വൈകിട്ടായപ്പോ ഒന്ന് കറങ്ങാനും ഇറങ്ങി. വയ്യെങ്കിൽ അടങ്ങി ഒതുങ്ങി വീട്ടിൽ ഇരുന്നൂടെ എന്ന് ചോദിക്കും. അതിനൊരു ത്രില്ലില്ലെന്നേ. അടുത്ത ദിവസത്തെ ഒരു പാല് കാച്ചുണ്ട്. അതിന് ഗിഫ്റ്റ് വാങ്ങാൻ പോയ ദീപമോന്റെ പിറകെ വാല് പോലെ വെച്ച് പിടിച്ചതാണ് ഞാനും അമ്മയും പൊന്നനും. അതുകൊണ്ട് എന്താ ബ്ലൂബെറിന് ഫ്രൈഡ് റൈസും ജിഞ്ചർ ചിക്കനും വാങ്ങിച്ചുകൊണ്ടാണ് ഞാൻ വീട് കയറിയത്. ഇനി മേല വാല് പോലെ വരരുതെന്ന് ദീപമോൻ താക്കീതും തന്നു. ഇതൊക്കെ എന്ത്. അപ്പൊ ബൈ ബൈ.